ഹായ്, ഇന്ന് കാലത്ത് എന്താണ് പറഞ്ഞാൽ വെച്ച് കെട്ടാൻ വന്നിട്ട് കേട്ടാ പുതിയതെങ്കിലും കേട്ടാൻ പോവാണ്. അതിനിതാ ഇതാണ്ട കയറ് ഒരു കെട്ട്. ഈ ഒരു കെട്ടിൽ 3 വെച്ച് കെട്ട് വരും. വെച്ച് കെട്ട് എന്ത് വെച്ചാ വെച്ച് കെട്ട് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു കേട്ടാ. ഈ കയറിനെ വലിച്ച് 3 കെട്ടും. ഇതാ ഈ ഒരു കയറില് 1 2 3 3 കെട്ടാൻ പറ്റട്ടാ. അത്ര കയറുണ്ട് ഇതില്. ഇത് ചകിരി, ഇത് വേറെ ഏട്ടൻ്റെ കേട്ടാ. ഇനി എൻ്റെ കാണിച്ചുതരാ. ആ കയറ് വലിച്ചതാ വലിച്ചത് കറക്റ്റായി തുണ്ട് അറുത്ത് വെച്ചിട്ടുണ്ട്. അതാണ്ടാ പീസാക്കി അറുത്ത് വെച്ചിട്ടുണ്ട്. 3 തെങ്ങിനുള്ളതാണ് ഉള്ളത് കേട്ടാ. പിന്നെ ഈ കയറിൽ ചകിരി കെട്ടിന് തെങ്ങ് കാണിച്ചു തരാം. അത് കണ്ടാ തനി ഇട്ടിരിക്കുകയാണ്. 50 ഉണ്ടാകും കേട്ടോ അതിൽ. ഇതിലാ അപ്പം ഇതൊക്കെ ആക്കാൻ വലിച്ചു വെച്ചു. 1 കെട്ട് 1.5 കെട്ട് വലിച്ചു കഴിഞ്ഞു. ഇനി കയറ് മിച്ചമുണ്ട്. ഇതാണ് മിച്ചമുള്ളത്. ഇത് ആവശ്യമില്ല. അതൊക്കെ കെട്ടുന്നതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ചകിരി കെട്ടുന്നത് കാണിച്ചു തരാം. ഇതാ വലിച്ചു വെച്ച് തെങ്ങിൽ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതാ ഇതിൽ ചകിരി എങ്ങനെ കെട്ടുന്നത് കാണിച്ചു തരാം. ഇത് കണ്ട ഈ സൈഡാണ് കെട്ടുന്നത്. ഇതാ ആദ്യം ഇതാ ഇങ്ങനെ കെട്ടിടുക. എന്നിട്ടിതാ ഈ സൈഡ് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട ഈ കെട്ട് ഇവിടെ വരണം. ഈ സൈഡ് കെട്ട് വരാൻ പാടില്ല. അപ്പുറത്ത് തന്നെ കെട്ട് വരണം കേട്ടാ. ഒരേ വലി ഇതാ സൈറ്റായി അത്ര തന്നെ. അടുത്ത് പറയുമ്പോൾ 2 കെട്ടാ കെട്ടിക്കണി കേട്ടാ. ഇത് മൊത്തം കെട്ടേണ്ട വരട്ടാ. പെട്ടെന്ന് കെട്ടുന്നത് എങ്ങനെയാണിതാ അത്രയാണ്. ഈ പണി കുറവാണ്. ഇനി വെച്ച് കിട്ടുന്നത് കാണിച്ചാ കേട്ടാ. ഇപ്പൊ കെട്ടിക്കഴിഞ്ഞേട്ടാ. ഇനി അപ്പുറത്ത് പോയി കാണിക്കാം. തെങ്ങിൻ്റെ അടുത്ത് വന്നിട്ടാ വെച്ച് കേട്ടാൻ ഇതാ ഇത്രയും ഒന്നിച്ച് കൊണ്ടുവരണം. എന്താണ് വലിയ തെങ്ങാണ് ഇതേട്ടാ. ഇത്ര വലിയ തെങ്ങാണ്. അതിലൊരു 23 വെച്ച് കെട്ട് വരും. അതാണ് മൊത്തം കൊണ്ടുവന്നിട്ടാ. ഇത് കയറ് നനച്ചിട്ടുണ്ട് കേട്ടാ. നനച്ചില്ലെങ്കിൽ വലിക്കുമ്പോൾ കൈ ചൂടായി പൊള്ളം വരും കേട്ടാ. കെട്ടാൻ പോകണം അറിയാം. ഇതിന് ഒരു വെച്ച് കെട്ട് എടുത്തിട്ട് അങ്ങനെ കെട്ടുന്നത് പറഞ്ഞാൽ ആദ്യം ഇതാ റൈറ്റ് കാല വയ്ക്കുന്ന കേട്ടാ. ഞാൻ അടിയിൽ ഫസ്റ്റ് ഒരു വെച്ച് കെട്ടുക. ഈ സൈഡ് ഒരു കെട്ടിടുക. ഇത് കണ്ടോ ഈ ഭാഗത്താണ് ഇത് മേലെ വരുന്ന പോലെ കേട്ടാ. ഈ സൈഡിന് മേലെ വരുന്നത്. കെട്ടുന്നത് എങ്ങനെ പറഞ്ഞാൽ ഞാൻ ചുറ്റി കെട്ടുക കേട്ടാ. വേറെ ഒന്നുമല്ലതാ. നന്നായി ടൈറ്റായി പിടിച്ചിട്ട് ഇതാ ഈ കയറിൻ്റെ മേലെ ഒരു ചുറ്റ് ആദ്യം. പിന്നെതാ അതിൻ്റെ താഴത്ത് ഒരു ചുറ്റ് ആ കയറിൻ്റെ. അത്ര തന്നെ. അടിഭാഗം വരുമ്പോൾ 3-4 ചുറ്റേ വരും. അതിന് കൂടുതൽ വരിട്ടാ. പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിടുക. അടിഭാഗം ആയ കാരണം കുറച്ച് വണ്ണം ഉണ്ടാകും തെങ്ങ്. അത് കാരണം 3-4 ചുറ്റേ വരുള്ളൂ. മേലെ പോകുമ്പോൾ 5 ചുറ്റ് വരും കേട്ടോ കയറ്. ഒന്ന് കെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ ഒന്നൊന്ന് കെട്ടിപ്പോവുക. 2 താഴത്തു നിന്ന് കേട്ടാ. ഇനിയൊക്കെ മേലെയൊക്കെ ഒന്നൊന്നും എടുത്തിരിക്കുക. അങ്ങനെ എടുത്ത് കയറണം. കാണിച്ചു കേട്ടോ എങ്ങനെയാണ്. 2 വെച്ച് കെട്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്തു നിന്ന് കെട്ടാൻ പറ്റില്ല. പിന്നെ മേലെ കയറിക്കുന്ന കെട്ടിന് കെട്ടാ. മേലെ കയറിയിട്ട് ഇതാ മേലെ കയറുക. ഈ കാലിലിങ്ങനെ എടുത്ത് ഇടുക കേട്ടാ. മൊത്തമായി തൂക്കിയിട്ട് ഇടുക. പിന്നെ അങ്ങനത്തെ ഉണ്ടാകും കേട്ടോ. ഇതാ ഓരോ വലിച്ചിട്ട് ഇനി എടുക്കാൻ താഴത്ത് ഇറങ്ങില്ല കേട്ടോ. അവിടെ തന്നെ കെട്ടുക കേട്ടാ. ഇനി താഴത്ത് ഇറങ്ങില്ല കേട്ടാ. ഇനി കെട്ടിക്കഴിയും വേറെ താഴത്ത് ഇറങ്ങില്ലതാ. ഞാൻ കാലി വെച്ച് ഇങ്ങനെ കെട്ടി കയറുക തന്നെ. ഒരു പിടുത്തമുണ്ടോ ഇതാ. ഇതിനൊക്കെ കത്തിയെടുത്തില്ല കേട്ടാ. എത്ര കണ്ടാ ഇങ്ങനെയാണ് വെച്ച് കെട്ടുന്നത് കേട്ടാ. ഇനി അത് വേറെ എങ്ങനെ തന്നെ താഴത്ത് ഇറങ്ങാൻ പറ്റില്ല. വെച്ച് കെട്ടി കഴിയും വേറെ താഴത്ത് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ആരൊക്കെ ഇതുപോലെ വെച്ച് കെട്ടുന്നത് കണ്ടിട്ട് വേണം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ.